ഹായ് ഓൾ, വെൽക്കം ടു ജയ്ലേൺ. എൻ്റെ പേര് അക്ഷര. നമുക്ക് സെറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സെറ്റിന് റീസെൻ്റ്ലി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആണ്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ദ പേർജിങ് ഓഫ് ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ദാറ്റ് ആർ അറൗസ്ഡ് ഇൻ ദ വ്യൂവർ ഓഫ് എ ട്രാജഡി ഈസ്. ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമോഷൻസ്, പേർജിങ് ഓഫ് ദി ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ദാറ്റ് ആർ അറൗസ്ഡ് ഇൻ ദ വ്യൂവർ ഓഫ് എ ട്രാജഡി. എന്താണ് അത്? ഓപ്ഷൻ എ അനക്നോറിസിസ്, ഓപ്ഷൻ ബി ഹമാർഷ്യ, ഓപ്ഷൻ സി കഥാർസിസ്, ഓപ്ഷൻ ഡി പെരിപെറ്റിയ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇമോഷണൽ പെർഗേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അനക്നോറിസിസ് ആണോ, ഹമാർഷ്യ ആണോ, കഥാർസിസ് ആണോ, പെരിപെറ്റിയ ആണോ? ഐ ഹോപ്പ് യു നോ ദ ആൻസർ. ഇറ്റ് ഇസ് ഓപ്ഷൻ സി കഥാർസിസ്. ഓപ്ഷൻ സി കഥാർസിസ് ആണ് ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. പെരിപെറ്റിയ എന്ന് പറഞ്ഞാൽ സഡൻ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്നാണ്. ഇതും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നതാണ്. പെരിപെറ്റിയ എന്ന് പറഞ്ഞാൽ സഡൻ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. അനക്നോറിസിസ് ഈസ് എ മൊമെന്റ് ഓഫ് റെക്കഗ്നേഷൻ ഓർ ഡിസ്കവറി. നിങ്ങൾ കീ വേർഡ്സ് ആയിട്ട് ഓർത്ത് വെച്ചോണം. പെരിപെറ്റിയ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. അനക്നോറിസിസ് റെക്കഗ്നേഷൻ ഓർ ഡിസ്കവറി. Hamartia, tragic flaw or error in the judgment that leads to the downfall of the protagonist in a tragedy. Tragic flow എന്ന് ഓർത്താൽ മതി Hamartia. അപ്പം ഫസ്റ്റ് കഥാർസിസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ, പെരിപെറ്റിയ എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, അനക്നോറിസിസ് റെക്കഗ്നേഷൻ ഓർ ഡിസ്കവറി, Hamartia, tragic flaw or error in the character, error in the judgment that leads to the downfall of the protagonist in the tragedy. അപ്പം അത് ക്ലിയർ അല്ലേ? അരിസ്റ്റോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അരിസ്റ്റോട്ടിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് നല്ലപോലെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സസ്, സെറ്റിൻ്റെ ഒക്കെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് ഉടനെ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നോർത്രോപ്പ് ഫ്രൈ അലൈൻസ് സറ്റയർ വിത്ത് ദ സീസൺ. അപ്പൊ നോർത്രോപ്പ് ഫ്രൈയുടെ അനാറ്റമി ഓഫ് ക്രിറ്റിസിസം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതിൽ പറയുന്നതാണ് സറ്റയറിനെ ഏത് സീസണുമായിട്ടാണ് നോർത്രോപ്പ് ഫ്രൈ അലൈൻ ചെയ്യുന്നത്. ഓപ്ഷൻ എ സ്പ്രിംഗ്, ഓപ്ഷൻ ബി സമ്മർ, ഓപ്ഷൻ സി വിന്റർ, ഓപ്ഷൻ ഡി ഓട്ടം. ഇതിൽ ഏത് സീസണാണ് സറ്റയർ ആയിട്ട് അലൈൻ ചെയ്യുന്നത്? ഏതാണ്? ഇറ്റ് ഈസ്, നിങ്ങൾ ചുമ്മാ ഒരു ട്രിക്ക് വെച്ച് ഓർത്ത് വെച്ചാൽ മതി, ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. സറ്റയർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഓപ്ഷൻ സി വിന്റർ. വിന്റർ ആണ് സറ്റയർ. അപ്പം ഓട്ടം എന്ന് പറയുമ്പം കുറച്ച് ഡാർക്ക് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഓട്ടം ട്രാജഡിയാണ്. സ്പ്രിംഗ് എന്ന് പറയുമ്പം കോമഡിയാണ്. സമ്മർ എന്ന് പറയുമ്പം റൊമാൻസ് ആണ്. 500 Days of Summer എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ ഇല്ലേ? അപ്പൊ ആ സിനിമ എന്ന് പറഞ്ഞ ഒരു റൊമാൻറ്റിക് മൂവിയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. സമ്മർ ഒരു റൊമാൻറ്റിക് ടൈം, സമ്മർ റൊമാൻസ്, സ്പ്രിംഗ് കോമഡി, വിന്റർ സറ്റയർ, ഓട്ടം ട്രാജഡി. രണ്ടെണ്ണം തന്നെ അറിഞ്ഞിരുന്നാൽ തന്നെ ബാക്കി ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പൊ നോർത്രോപ്പ് ഫ്രൈ അലൈൻസ് സറ്റയർ വിത്ത് ദ സീസൺ വിന്റർ, സ്പ്രിംഗ് വിത്ത് കോമഡി, ഓട്ടം വിത്ത് ട്രാജഡി ആൻഡ് സമ്മർ വിത്ത് റൊമാൻസ്. അപ്പൊ അത് ക്ലിയർ അല്ലേ? ഇനി ഒരിക്കലും തെറ്റിക്കില്ലല്ലോ ആൻസർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോവിങ് ബുക്സ് വിത്ത് ദെയർ ഇയേഴ്സ് ഓഫ് പബ്ലിക്കേഷൻ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളുടെ ഇയേഴ്സ് ഓഫ് പബ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഫസ്റ്റ് ലിസ്റ്റിൽ കൊടുത്തേക്കുന്നത് എ ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ്, ഓപ്ഷൻ ബി റോബിൻസൺ ക്രൂസോ, ഓപ്ഷൻ സി പമേല, ഓപ്ഷൻ ഡി ടോം ജോൺസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ്. ഇതിന്റെയൊക്കെ ഓതേഴ്സ് ആരാ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? സെക്കൻഡ് ലിസ്റ്റിൽ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് 1749, സെക്കൻഡ് 1740, തേർഡ് 1704, ഫോർത്ത് 1719. അതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഓപ്ഷൻ A3, ഓപ്ഷൻ A3, B4, C1, D1. ഇവിടെ 1 ആണ് കേട്ടോ. ഓക്കെ, A4, B3, C2, D1. ഓപ്ഷൻ C A4, B3, C1, D2. ഓപ്ഷൻ D A3, B4, C2, D1. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ്, നോവൽസ് ആണ്. ഇത് ആരാ എഴുതിയത്? ദ ബാറ്റിൽ ഓഫ് ബുക്സ് ആരാ എഴുതിയത്? ജോണാഥൻ സ്വിഫ്റ്റ്. റോബിൻസൺ ക്രൂസോ, ഫേമസ് വർക്ക്, ഡാനിയൽ ഡീഫോ. ഓഫ് കോഴ്സ് പമേല, സാമുവൽ റിച്ചാർഡ്സൺ എഴുതിയതാണ്. ടോം ജോൺസ്, ഹെൻറി ഫീൽഡിംഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽസ് ആണ്. നിങ്ങൾക്ക് അതിന്റെ പബ്ലിക്കേഷൻ ഇയർ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻസ്.
A4, B3, C2, D1. അതായത് ബി ആണ്, ഓപ്ഷൻ ബി ആണ്. ബാറ്റിൽ ഓഫ് ബുക്സ് അതാണ് ഫസ്റ്റ് 1704 പബ്ലിഷ് ചെയ്തു. റോബിൻസൺ ക്രൂസോ 1719. പമേല was published in 1740. ടോം ജോൺസ് 1749. ഇതിന്റെ ഓതേഴ്സിനെ മറക്കരുത്. ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് ബൈ ജൊനാഥൻ സ്വിഫ്റ്റ് published in 1704. റോബിൻസൺ ക്രൂസോ by ഡാനിയൽ ഡീഫോ published in 1719. പമേല by സാമുവൽ റിച്ചാർഡ്സൺ published in 1740. ടോം ജോൺസ് by ഹെൻറി ഫീൽഡിംഗ് published in 1749. അപ്പം അതും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ. The novel which ends with the line all art is quite useless. All art is quite useless എന്നുള്ള ലൈൻസിൽ എൻഡ് ചെയ്യുന്ന നോവൽ ഏതാണ്? ഓപ്ഷൻ എ ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ, ഓപ്ഷൻ ബി അവർ മ്യൂച്വൽ ഫ്രണ്ട്, ഓപ്ഷൻ സി വിമൻ ഇൻ ലവ്, ഓപ്ഷൻ ഡി എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. ഇതൊക്കെ ആരുടെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇത് ആരുടെ ആണെന്ന് നിങ്ങൾക്ക് അറിയാവോ? Our mutual, The Picture of Dorian Gray by Oscar Wilde. Our Mutual Friend, famous ആയിട്ടുള്ള ചാൾസ് ഡിക്കൻസിന്റെ നോവലാണ്. വിമൻ ഇൻ ലവ്, DH ലോറൻസിന്റെ ദ റെയിൻബോ എന്ന് പറയുന്ന നോവലിന്റെ സീക്വൽ ആണ് വിമൻ ഇൻ ലവ്. A Portrait of the Artist as a Young Man എന്ന് പറയുന്നത് ജെയിംസ് ജോയ്സിന്റെ നോവലാണ്. അപ്പം ഓൾ ആർട്ട് ഇസ് ക്വൈറ്റ് യൂസ്ലെസ് എന്നുള്ളത് ഏത് വർക്കിലാണ് വരുന്നത്? എൻഡ് ചെയ്യുന്നതാണ്. ഏത് വർക്ക് എൻഡ് ചെയ്യുന്ന ലൈൻസ് ആണത്? It is option A, The Picture of Dorian Gray by Oscar Wilde, published in 1891. Important ആണ്. All art is quite useless എന്നുള്ള ലൈൻസിൽ എൻഡ് ചെയ്യുന്നത് The Picture of Dorian Gray by Oscar Wilde, published in 1891. Okay, fifth question. Seamus Heaney was awarded the Nobel Prize in option A 1990, option B 1995, option C 1998 and option D 1999. നോബൽ പ്രൈസ് വിന്നേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ് ആയിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. 2024 കിട്ടിയത് ആർക്കാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നോബൽ പ്രൈസ് വിന്നേഴ്സിന് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. റീസെൻ്റ്ലി പാട്രിക് വൈറ്റിന് നോബൽ പ്രൈസ് കിട്ടിയ വർഷം 1973. അങ്ങനെ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ സീമസ് ഹീനിക്ക് നോബൽ പ്രൈസ് കിട്ടിയ വർഷം ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി 1995. സീമസ് ഹീനിയുടെ പോയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡിഗ്ഗിങ് എന്നൊക്കെ ഉള്ള പോയൊക്കെ നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ് ഒക്കെ അദ്ദേഹത്തിന്റെ കളക്ഷൻ ആണ്. സീമസ് ഹീനിക്ക് നോബൽ പ്രൈസ് കിട്ടിയത് 1995 അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. Who called Spencer the poet's poet? Option A Wordsworth, option B Coleridge, option C Dryden, option D Charles Lamb. അപ്പം ഇത് റിപ്പീറ്റഡ് ആയിട്ട് കുറേ വട്ടം സെറ്റിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻ എന്താണെങ്കിലും ഓപ്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് ആൻസർ ഉറപ്പായിട്ടും അറിയായിരിക്കും. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ചാൾസ് ലാംബ് ആണ്. ചാൾസ് ലാംബ് ആണ് സ്പെൻസറിനെ പോയറ്റ് എന്ന് അഭിസംബോധന ചെയ്തത്. Okay, next question, seventh question. Which among the following is a gay fiction? ഇപ്പം ഗേ ഫിക്ഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നൈസ് വർക്ക്, ഓപ്ഷൻ ബി ദ സ്വിമ്മിംഗ് പൂൾ ലൈബ്രറി, ഓപ്ഷൻ സി ലക്കി ജിം, ഓപ്ഷൻ ഡി ജിൽ. ഇതിനകത്ത് നിങ്ങൾക്ക് ഗേ ഫിക്ഷൻ ഏതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടി ബാക്കി വർക്ക്സ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ലക്കി ജിം അല്ലാന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, ജില്ലല്ലാന്ന് അറിയായിരിക്കും, ഫിലിപ്പ് ലാർക്കിന്റെ നോവലാണ്. നൈസ് വർക്ക് ഡേവിഡ് ലോഡ്ജിന്റെ ആണ്. അപ്പൊ ഈ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി. അപ്പം ഇതിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് 3 ഓപ്ഷൻ കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ആൻസർ ഓൾമോസ്റ്റ് കിട്ടും, ബാക്കി 3 വർക്ക്സ് അറിയാമെന്നുണ്ടെങ്കിൽ. സോ ഇറ്റ് ഈസ് ഇതിൽ ഗേ ഫിക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ദ സ്വിമ്മിംഗ് പൂൾ ലൈബ്രറി ആണ്. ഇറ്റ് ഈസ് എ 1988 നോവൽ ബൈ അലൻ ഹോളിംഗ്ഹേഴ്സ്റ്റ്. അലൻ ഹോളിംഗ്ഹേഴ്സ്റ്റിന്റെ 1988 നോവലാണ് ദ സ്വിമ്മിംഗ് പൂൾ ലൈബ്രറി. ഒരു ഗേ ഫിക്ഷൻ ആണ്. വില്ലൻ എന്ന് പറഞ്ഞ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗേ ബോയുടെ കഥയാണ്. 24-year-old ബോയുടെ കഥയാണ്. He saves the life of an elderly aristocrat who has a heart attack in public lavatory. ഒരു പബ്ലിക് ടോയ്ലറ്റിൽ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരു അരിസ്റ്റോക്രാറ്റിനെ സേവ് ചെയ്ത ഒരു ഗേ ബോയ്, അതായത് 25-year-old വില്ലിന്റെ കഥയാണ് ദ സ്വിമ്മിംഗ് പൂൾ ലൈബ്രറി എന്ന് പറയുന്ന 1988 നോവൽ ബൈ അലൻ ഹോളിംഗ്ഹേഴ്സ്റ്റ്. ഇറ്റ്സ് എ ഗേ ഫിക്ഷൻ.
സോ ഗേ ലിറ്ററേച്ചർ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈവൻ നെറ്റ് എക്സാംസിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെന്റ് ചോദിച്ച നെറ്റ് എക്സാമിന് കണ്ടിട്ടുണ്ട്. സോ സെറ്റിനും നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ കഴിഞ്ഞു. റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Then 8th question. Arrange the following novels in the chronological order in which they are published. Chronology വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ ആയിട്ടും ഫേമസ് വർക്ക്സിന്റെ ഒക്കെ chronology നോക്കി വെക്കണം. chronology ഇമ്പോർട്ടൻ്റ് ആണ്. First, The Rainbow. Second, Lady Chatterley's Lover. Third, The White Peacock. Fourth, Sons and Lovers. ഇതിനെ chronologically arrange ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ 3, 4, 2, 1. ഓപ്ഷൻ ബി 1, 2, 3, 4. ഓപ്ഷൻ സി 3, 4, 1, 2. ഓപ്ഷൻ ഡി 4, 1, 3, 2. അപ്പം ഇതിന്റെ ക്രൊണോളജി എങ്ങനെയാണെന്നുള്ളതൊന്ന് ആലോചിച്ച് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തേ. അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല ഇത് ആക്ച്വലി. 2 ഓപ്ഷൻസേ കുറച്ചെങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുള്ളതുള്ളൂ. കാരണം ഇതെല്ലാം DH ലോറൻസിന്റെ നോവൽസ് ആണ്. ഇതിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിഷ് നോവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് പബ്ലിഷ് നോവൽ ഓഫ് DH ലോറൻസ് ഇസ് ദ വൈറ്റ് പീകോക്ക്. അപ്പൊ വൈറ്റ് പീകോക്ക് ആണ് ഫസ്റ്റ് വരിക. അപ്പം ഈ 2 ഓപ്ഷൻസ് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ 3 കഴിഞ്ഞിട്ട് എന്താണെങ്കിലും സൺസ് ആൻഡ് ലവേഴ്സ് ആണ് പിന്നെ പബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ 1, 2 ഡൗട്ട് ഉള്ളൂ. ലേഡി ഷാറ്റർലീസ് ലവർ ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത നോവലാണെന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായതല്ലേ DH ലോറൻസിന്. അപ്പൊ അത് ലാസ്റ്റ് ആണ്. അപ്പൊ ലേഡി ഷാറ്റർലീസ് ലവർ ലാസ്റ്റ് ആവുന്നത്. അപ്പം ഇറ്റ് ഇസ് ഓപ്ഷൻ സി 3, 4, 1, 2. The White Peacock was published in 1911. White Peacock first published work ആണ് 1911. Sons and Lovers 1913 പബ്ലിഷ് ചെയ്തതാണ്. പോൾ മോറലിന്റെ ഒക്കെ കഥ. ഗെട്രൂഡ് മോർലൻ, പോൾ മോറലിന്റെ ഒക്കെ കഥ. The Rainbow was published in 1915. റെയിൻബോ എന്ന് പറഞ്ഞൊരു സീക്വൽ ഉണ്ട്, വിമൻ ഇൻ ലവ്, ഉർസൂല ഗ്രാൻഡ് അവരുടെ ഒക്കെ കഥ. ലേഡി ഷാറ്റർലീസ് ലവർ 1928 പബ്ലിഷ് ചെയ്ത വർക്കാണ്. അപ്പം ഇതിന് ഇയർ ഓഫ് പബ്ലിക്കേഷൻ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ക്രോണോളജി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റ് പീകോക്ക് 1911, സൺസ് ആൻഡ് ലവേഴ്സ് 1913, റെയിൻബോ 1915 and ലേഡി ഷാറ്റർലീസ് ലവർ 1928. These all are novels by DH ലോറൻസ്. അപ്പം അത് ക്ലിയർ അല്ലേ? അപ്പൊ DH ലോറൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. DH ലോറൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. DH ലോറൻസിനെ സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് കോൾഡ് ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ? മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ജോൺ കാൽവിൻ, ഓപ്ഷൻ ബി തോമസ് ക്രോംവെൽ, ഓപ്ഷൻ ഡി മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ ഡി ജോൺ വൈക്ലിഫ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ജോൺ വൈക്ലിഫ് ആണ് മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The poem which ends with the line, "This better to have loved and lost than never to have loved at all." This better to have loved and lost than never to have loved at all. These are lines in which poem by option A Maud, option B In Memoriam, option C My Last Duchess, option D Thyrsis. ഇതൊക്കെ ആരുടെ പോയിംസ് ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ടെന്നിസന്റെ വർക്കാണ്. ബി ഇൻ മെമ്മോറിയം ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ പോയാണ്. മൈ ലാസ്റ്റ് ഡച്ചസ് ആരുടെയാണ്? ഇറ്റ് ഈസ് ബൈ റോബർട്ട് ബ്രൗണിങ്. ആൻഡ് ഡി ത്രൈസിസ് മാത്യു അർണോൾഡിന്റെ പോയാണ്. സോ ഇതിൽ ആൻസർ ചെയ്താണ് വെരി ഫേമസ് ലൈൻസ്. ഓക്കെ, this better to have loved and lost than never to have loved at all. Very famous lines. So it appears in the poem option B In Memoriam. In Memoriam A.H.H. Arthur Hallam. It is Arthur Henry Hallam 1850 പബ്ലിഷ് ചെയ്ത ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ പോയാണ് In Memoriam. Very important work. It is an elegy written for his Cambridge friend Arthur Henry Hallam, who died of cerebral hemorrhage at the age of 22 years in Vienna in 1833. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് വേണ്ടി എഴുതിയിട്ടുള്ള ആർതർ ഹെൻറി ഹാലത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു എലിജി ആണത് ഇൻ മെമ്മോറിയം. ഇറ്റ് ഇസ് ബൈ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, പബ്ലിഷ് ഇൻ 1850. അപ്പം അത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു.
അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള കൂടുതൽ മോക്ക് ടെസ്റ്റുകളും ക്ലാസ്സസും എല്ലാം നമ്മൾ ജയിലേണിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെറ്റിന്റെ പുതിയ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ക്രിസ്പ് ആൻഡ് ക്ലിയർ ആൻഡ് ഷോർട്ട് എല്ലാം നല്ല ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. താങ്ക് യു.